എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന ടോപ്പിക്കാണ് ജിഗളോ അഥവാ പുരുഷവേശ്യ. സാധാരണ വേശ്യകൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് സ്ത്രീകൾ എന്നുള്ളതാണല്ലേ. പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരം വിൽക്കുന്ന സ്ത്രീകളെയാണ് നമ്മൾ വേശ്യ എന്ന് പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ അങ്ങനെയല്ല, പുരുഷവേശ്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരം വിൽക്കുന്ന പുരുഷനാണ് നമ്മൾ പുരുഷവേശ്യ എന്ന് വിളിക്കുക. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് നെയിമാണ് ജിഗളോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച കാര്യം എന്തെന്നാൽ ഈ ഒരു കാര്യത്തെപ്പറ്റി ഇൻവോൾവ് ആകുന്നു അതൊന്നും അല്ലായിരുന്നു. ഇതിൻ്റെ പേരിൽ കാരണം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കഥകളാണ്. ഹൈ മെട്രോപൊളിറ്റൻ നഗരങ്ങളായിട്ടുള്ള മുംബൈ, ഡൽഹി, ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ, അവിടേക്ക് ഈ പറയുന്ന ഒരു സിസ്റ്റം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു പ്രമുഖ ക്ലാസിഫൈഡ് സൈറ്റ് ഉണ്ട് നമ്മുടെ ഇന്റർനെറ്റിൽ. ഏതാണെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല. അതിൻ്റെ അകത്ത് നമുക്ക് സാധാരണ ഈ പറയുന്ന എസ്കോർട്ട് സർവീസ് എല്ലാം കിട്ടും. നമുക്ക് സ്ഥലം മേടിക്കുന്നോട്ട് എല്ലാ പരിപാടിയും കിട്ടുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു പരസ്യം കണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തത്. ഈ പറയുന്ന ജിഗളോയിലേക്ക് ആളെ എടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു ഈ പറയുന്ന ജിഗളോ ആകണമെങ്കിൽ ഞങ്ങൾക്ക് അതിലുള്ള ഏജൻസി ഉണ്ട്. കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ തന്ന അതിൽ ആളെ എടുക്കും. ഹൈ പ്രൊഫൈൽ ലേഡീസ് നല്ല ആമ്പിളാരെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരുമായിട്ട് ഈ പറയുന്ന സെക്സിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു നൈറ്റിനോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനൊക്കെ 30,000 രൂപ വരെ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞ് ഉള്ള പരസ്യങ്ങളാണ്. അത് കണ്ടിട്ട് ഞങ്ങൾ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചു. കാരണം ഇതിൻ്റെ പിന്നിലുള്ള കളികൾ അറിയണമല്ലോ. എന്താണെന്നറിയാൻ വിളിച്ചപ്പോഴേക്കും തിരുവനന്തപുരമാണ് സ്ഥലം. തിരുവനന്തപുരത്ത് വിളിച്ച് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പുറത്തുണ്ടായിരുന്നത്. ഹൈലി പ്രൊഫഷണലാണ്. അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നുമല്ല. നിങ്ങൾക്ക് ഹൈ പ്രൊഫൈൽ ലേഡീസുമായിട്ട് നിങ്ങൾക്ക് സെക്സിൽ ഏർപ്പെടാം. ഇത് വളരെ സേഫാണ്, കാര്യമാണ്. പൈസ നിങ്ങൾക്ക് ആദ്യം അഡ്വാൻസ് തരും, ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞ് ഫുൾ എമൗണ്ട് ആയിട്ട് തരും എന്നൊക്കെ വളരെ വെടിപ്പായിട്ട് ഫുള്ള് ഡീറ്റെയിൽസ് അടക്കം പറഞ്ഞു. ആ ഓഡിയോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. വളരെ വ്യക്തമായിട്ട് ഓഡിയോ എൻ്റെ ഇരിപ്പുണ്ട്. അത് ആവശ്യപ്പെട്ട ആൾക്കാർ ചോദിച്ചാൽ തരുന്നതാണ് എന്തായാലും. എന്നിട്ട് അവസാനം പറഞ്ഞ കാര്യമുണ്ട്, ഇതിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെയാണ് അവരുമായിട്ട് പെരുമാറേണ്ടത്, ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഹൈ പ്രൊഫൈലായിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനൊരു രജിസ്ട്രേഷൻ ഫീസായിട്ട് നിങ്ങൾ ആദ്യം 5,000 രൂപ അടയ്ക്കണം. എന്നിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ബിഹേവിയറൽ മാനേഴ്സ് ഒക്കെ നിങ്ങളെ പഠിപ്പിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ഫീസ് കൂടെ ഉണ്ട് എന്നും പറഞ്ഞ് ആദ്യം നമ്മൾ പൈസ അടയ്ക്കണം എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പോൾ തന്നെ ഇതിൻ്റെ കളികൾ മനസ്സിലായി. ഇതിൻ്റെ ശൃംഖലയെ പറ്റി പിന്നീട് കംപ്ലീറ്റ് അന്വേഷിച്ചു. കാരണം ഇതുമായിട്ട് ഇൻവോൾവ് ആയി ആൾക്കാർ നമ്മൾ ഇന്റർനെറ്റിൽ നിന്ന് തന്നെ തപ്പിയെടുത്തു. നൈസായിട്ട് എൻ്റെ ഐഡന്റിറ്റി പറഞ്ഞ് ഞാൻ ചാറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കളി എന്ന് പറയുന്നത് ഇന്ന് ഭയങ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിടക്കാൻ പോകുന്നത് ഇതിൻ്റെ പേരിലായിരിക്കും. കാരണം നമ്മുടെ ഒരു ആമ്പിള്ളാർ ഇപ്പോൾ ഇത് കേൾക്കുന്ന പുരുഷവേശി എന്ന് ചിന്തിക്കുന്ന പറയുമ്പോൾ തന്നെ ആമ്പിള്ളാർ അല്ലെങ്കിൽ ആണുങ്ങൾ ചിന്തിക്കുന്നത് ഇത് കൊള്ളാല ഏർപ്പാട്, ഇങ്ങോട്ട് പൈസ ഇങ്ങോട്ട് നമുക്ക് ഈ പറയുന്ന സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷൽ പ്ലഷർ കിട്ടും, അടിപൊളി പരിപാടി. അതും ഈ പറയുന്ന ഹൈ പ്രൊഫൈൽ ആൻറ്റിമാരൊക്കെ ആയിട്ട് എൻ്റെ മോനെ പൊളി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ചതിയിൽ വീഴാൻ സാധ്യതയുള്ളത്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പൊളിയാണ് മോനെ, വേറെ ലെവലായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഫ്രോഡൻഷ്യൽ സ്കീംസ്. അതായത് നമ്മുടെ നോട്ട് തട്ടിപ്പ്, മണി ചെയിൻ, വെള്ളിമൂങ്ങ, ശബരിനാഥിൻ്റെ ടോട്ടൽ ഫോർ യു തട്ടിപ്പ്, പിന്നെ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പ്, അങ്ങനെ എല്ലാ തരത്തിലും മലയാളി പറ്റിക്കപ്പെടാത്ത മേഖലകളില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി കേരളത്തിലെ ചെറുപ്പക്കാർ പറ്റിക്കപ്പെടാൻ പോകുന്ന മേഖല എന്ന് പറയുന്നത് ഈ ഒരു ജിഗളോയുടെ പേരിലായിരിക്കും അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ. എന്താണ്, നമുക്കപ്പോൾ വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ ജിഗളോ, എങ്ങനെയാണ് ഈ പറയുന്ന ജിഗളോ എന്നുള്ള വാക്ക് വന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പുരുഷ വേശ്യാവൃത്തി ഡെവലപ്പായി വന്നേ നോക്കുവാണെങ്കിൽ നമുക്കറിയാം പണ്ടത്തെ കാലങ്ങളിൽ ഈ പറയുന്ന പുരുഷവേശ്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഇല്ലായിരുന്നു. അത് സ്ത്രീകൾ മാത്രമായിരുന്നു വേശ്യയായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പഴയ പുരാതന രാജാക്കന്മാരുടെ കാലത്ത് എടുത്ത് നോക്കുവാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 300 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഫ്രാൻസിലാണ് ഈ ഒരു സംഭവം ഉടലെടുക്കുന്നത്. അന്ന് അവിടെയുള്ള ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന രാജകീയ കുടുംബങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു. അവർ ഭയങ്കര റിച്ചും അവിടുത്തെ പ്രതാപികളായിട്ടുള്ള കുടുംബത്തെ സ്ത്രീകളാണ്. അപ്പോൾ ഈ രാജകീയ പദവി എല്ലാം ഉണ്ടാകും. പക്ഷേ അവരെ കെട്ടിക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഹൈലി ഒരു ബിസിനസ് മാനുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ഒരു സമ്പന്നനുമായിട്ടൊക്കെ ആയിരിക്കും. അതായത് അവർക്ക് മൊത്തം ടൈം കാണത്തില്ല, മൊത്തം ബിസി ആയിട്ട് പല രാജ്യങ്ങളിൽ ഓടി നടക്കുന്ന വ്യവസായികളുമായിട്ടായിരിക്കും. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ ഒരു കുടുംബങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ ആഘോഷങ്ങൾ വരും. അന്ന് ആഘോഷത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്തെന്നാൽ ഇന്നും വിദേശ രാജ്യങ്ങളിൽ കാണാൻ പറ്റും. നമ്മുടെ ഹാരി പോട്ടർ സിനിമയെ പോലും കാണാൻ പറ്റും. ബോൾ ഡാൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലേ. അതായത് ഒരു ആണും പെണ്ണും കൂടി ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നു, അത് രണ്ടുപേരും പാർട്ണർ ആയിരിക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ ഒരു സ്ത്രീകൾക്ക് ഡാൻസ് ചെയ്യാൻ അവരുടെ ഭർത്താവില്ല. അവരുടെ ഭർത്താവ് വേറെ ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് തിരക്കായിട്ട് അവരുടെ ഈ പറയുന്ന വാണിജ്യാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുമായിട്ട് ഓടി നടക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ
ഇവർക്ക് വേണ്ടിയിട്ട്, അതായത് ഇവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല, കാരണം നാണക്കേടാണ്. അതായത് ഇത്ര വലിയ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ പാർട്ണർ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെ ചില ആൾക്കാർ ബിസിനസ് കണ്ടു. അതായത് ഇങ്ങനെ ഒറ്റപ്പെട്ട് ഈ പറയുന്ന ഭർത്താക്കന്മാർ വേറെ സ്ഥലത്തുള്ള സ്ത്രീക്ക് കൂട്ടത്തിൽ ഡാൻസ് കളിക്കാൻ ഒരാളെ സപ്ലൈ ചെയ്താൽ എന്താ എന്നുള്ള ചിന്താഗതി എന്നാണ് ഈ പറയുന്ന ഗിഗളോ എന്ന് പറയുന്ന ഒരു സാധനം ഉടലെടുത്തത്. അതായത് അന്ന് ഡാൻസ് ചെയ്യാൻ മാത്രമേ ഈ സംഭവം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇവർക്ക് 1 മണിക്കൂർ ഡാൻസ് എങ്കിൽ 1 മണിക്കൂർ നല്ലൊരു മിടുക്കനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള സുമുഖനായ ചെറുക്കനെ ഒരു ഏജന്റ് ഇവർക്ക് കൊടുക്കും. എന്നിട്ട് അവർ ഈ പറയുന്ന സ്ത്രീ അവർക്ക് പൈസ കൊടുക്കും. വലിയ പണക്കാരുടെ കുടുംബത്തിലായതുകൊണ്ട് പൈസ എന്ന് ഈ പറയുന്ന സ്ത്രീക്ക് ഒരു വിഷയമേ അല്ലായിരുന്നു. അപ്പോൾ ഈ ചെറുക്കന് വാരിക്കോരി പണം കൊടുക്കും. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. പിന്നെ അതായത് ആ ഒരു ചെറുപ്പക്കാരെ ഇട്ടുപിടിച്ച പേരാണ് ജിഗളോ എന്നുള്ളത്. പിന്നെ അത് പതുക്കെ സെക്ഷൽ സർവീസുകളായിട്ട് മാറി. മറ്റൊരു കാര്യം സംഭവിച്ചത്, പിന്നെ ലോകമഹായുദ്ധങ്ങൾ കടന്നു വന്നു അല്ലേ. 1ാം ലോകമഹായുദ്ധം, 2ാം ലോകമഹായുദ്ധമൊക്കെ വന്നു. അന്ന് സംഭവിച്ച കാര്യം എന്തെന്നാലും ഒരുപാട് പേര് മിലിറ്ററിയിൽ പോകേണ്ടി വന്നു, ആർമിക്ക് പോകേണ്ടി വന്നു. അപ്പോൾ സംഭവിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, യുദ്ധത്തിൽ പോകുന്ന പട്ടാളക്കാർ, അതായത് ഈ പറയുന്ന ഭർത്താക്കന്മാർക്ക് ഒരുപാട് നാള് മാറി നിൽക്കേണ്ടി വന്നു. ചിലപ്പോൾ തിരിച്ചു വരാൻ പോലും അവർക്ക് ഒക്കത്തില്ല. 5-6 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു വരാൻ പറ്റിയത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ മരിച്ചുപോയാണ്. ഈ പറയുന്ന 2 ലോകമഹായുദ്ധങ്ങളിൽ പെട്ട് ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഇതിൽ ഒരുപാട് സ്ത്രീകൾ ഈ പറയുന്ന ജിഗളോസിനെ അപ്രോച്ച് ചെയ്യുകയാണ്. അതായത് പൈസ കൊടുത്ത് അവരുടെ ഈ പറയുന്ന സെക്ഷൽ ഡിസയർ ആ ഒരു ചെറുപ്പക്കാരുമായിട്ട് തീർക്കുകയാണ്. അങ്ങനെ ഈ പറയുന്ന ഒരു ജിഗളോ എന്നുള്ള സംഭവം ഭയങ്കര ട്രെൻഡായിട്ട് ഫ്രാൻസും അതുപോലെ തന്നെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലും പടർന്നു പിടിക്കുകയാണ് ഉണ്ടായത്. 21ാം നൂറ്റാണ്ടായതോടെ ഫോണിന്റെയും SMS-ന്റെയും സമൂഹ മാധ്യമങ്ങളുടെയും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായി. അതോടെ ജിഗളോയുടെ ഡിമാൻഡ് വളരെ കൂടുകയായിരുന്നു. അങ്ങനെ പതുക്കെ നമ്മുടെ ഇന്ത്യയും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു തുടങ്ങിയാണല്ലേ. എല്ലാ തരത്തിലുള്ള പാശ്ചാത്യ സ്വഭാവം പതുക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ വന്നൊരു സംഭവമാണ് ജിഗളോ എന്നുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പടർന്നു പിടിച്ച സ്ഥലം എന്ന് പറയുന്നത് ഹൈ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയിട്ടുള്ള മുംബൈ, ഡൽഹി അവിടേക്കാണ്. പിന്നെ പതുക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള ബാംഗ്ലൂർ, ചെന്നൈ ഏരിയാസിലും പടർന്നു പിടിച്ചു. ഇന്നത് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അതിന്റെ പേര് നടക്കുന്നത് വൻ അഴിമതി, വൻ തട്ടിപ്പാണ്. ആ തട്ടിപ്പാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവരെങ്ങനെയാണ് ഈ ഒരു റാക്കറ്റാണ് നമ്മൾ മാഫിയാസ് എന്നൊക്കെ പറയാറില്ലേ. അവയവദാന മാഫിയാസ്, മണൽ മാഫിയ, പിന്നെ കരിയോയിൽ മാഫിയ, അങ്ങനെ എല്ലാ തരത്തിലും മാഫിയകളുണ്ടല്ലേ. അതുപോലെ ഇതിനും മാഫിയ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുവാണെങ്കിൽ, പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുന്ന റാക്കറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ. പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചും പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന മോഡലിംഗ് ആണ്, ഈ പറയുന്ന നമ്മുടെ കാസ്റ്റിംഗ് കോളാണ്, സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാമെന്നൊക്കെ പറഞ്ഞ് വീഴ്ത്തുന്ന റാക്കറ്റ് എന്ന് പറയുന്ന പദം പത്രത്തിൽ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ആണുങ്ങളെ വീഴ്ത്താൻ റാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ വിശ്വസിച്ചോ, അങ്ങനത്തെ സംഭവമുണ്ട്. ഇവർ എങ്ങനെയാണ് ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നവരെയാണ്. അതായത് ഇവിടുന്ന് ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നവരെ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരെ അവിടുത്തെ ഐ ടി കമ്പനി ടാർഗറ്റ് ചെയ്ത് വൻ കളികളാണ് നടക്കുന്നത്. ബാംഗ്ലൂർ IT കമ്പനി ടാർഗറ്റ് ചെയ്ത്. എന്തായാലും അതുപോലെ ദൂരത്ത് പഠിക്കാൻ പോകുന്ന ചെറുപ്പക്കാരെ, അതായത് വലിയ പൈസ ഒന്നുമില്ല, തുച്ഛമായിട്ട് വീട്ടിൽ സാമ്പത്തികം കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ജോലിയായാലേ എന്നും ഉള്ള വാക്ക് കേട്ട് ജോലിക്ക് പോകുന്നതായിരിക്കും വളരെ തുച്ഛമായ ശമ്പളത്തിൽ. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യും. പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നത്, നമുക്കൊരു കാര്യം അറിയാവുന്നത്, ഈ പറയുന്ന ഓൾമോസ്റ്റ് ഒരുപാട് ആമ്പിളാക്കി പറയുന്ന സെക്ഷൽ ഡിസൈഴ്സ് ഉണ്ടല്ലേ. അതായത് കൊള്ളാലോ എന്നൊരു ചിന്തയുണ്ട്. ഇത് കിട്ടിയാൽ പൊളിക്കുമെന്ന്. നമ്മൾ പൈസ കൊടുത്ത് അങ്ങോട്ട് പോകാൻ തയ്യാറാണ്. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങോട്ട് ഈ പറയുന്ന ഒരു നൈറ്റിൽ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറിന് 30,000 50,000 രൂപയൊക്കെ കിട്ടും. 30,000 50,000 ഒക്കെ. മാത്രമല്ല നിങ്ങൾക്ക് ഈ പറയുന്ന ആന്റി ആയിട്ട് സെക്സിൽ ഏർപ്പെടുകയും ചെയ്യാം. യാ മോനെ പൊളിയെന്ന് എല്ലാവരും വിചാരിക്കത്തുള്ളല്ലേ. അവിടെ സംഭവിക്കുന്ന കാര്യം മറ്റൊന്നാണ്. എന്തായാലും ഈ ഒരു കാര്യത്തോട്, അതായത് ഇതൊക്കെ ആദ്യത്തെ ഒരു 2010 കാലഘട്ടങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് വാട്സാപ്പിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ വൻ വരവായിരുന്നു. അന്ന് സംഭവിച്ച കാര്യം എന്തെന്നാൽ, ആൾക്കാർ, അതായത് നമ്മുടെ പിള്ളേർ, യുവാക്കൾ വായ്മൊഴിയായിട്ട് ഇത് കേട്ടറിയപ്പെടുകയാണ്. എടാ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, പോയി കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്നാണ് പറഞ്ഞത്. പൈസ ഇങ്ങോട്ട് കിട്ടും, മാത്രമല്ല നമുക്ക് ഈ പരിപാടിയും കിട്ടും, അടിപൊളി എന്ന് പറഞ്ഞ് ഓൺലൈൻ സൈറ്റുകൾ, അതായത് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓൺലൈൻ ക്ലാസിഫൈഡ് സൈറ്റുകൾ, അതായത് ഇതിന് വേണ്ടി മാത്രമല്ല ക്ലാസിഫൈഡ് സൈറ്റുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ OLX ഒക്കെ ഒരു ക്ലാസിഫൈഡ് സൈറ്റ് ആണല്ലേ. അതുപോലെ വേറെ ക്ലാസിഫൈഡ് സൈറ്റുകളിൽ ഇഷ്ടംപോലെ പരസ്യങ്ങളുണ്ടാകും. അതിൽ നമ്മുടെ ചെറുപ്പക്കാർ പോയിട്ട് സ്വമേധയാ രജിസ്റ്റർ ചെയ്യാണ്, എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ 2014 ഇന്ത്യയുടെ ഏറ്റവും വലിയ ജിഗളോ സ്കാം നടന്നത് ഹൈദരാബാദിലായിരുന്നു. അന്ന് ഇതുപോലത്തെ ഉള്ള ഒരു ഓൺലൈൻ ക്ലാസിഫൈഡ് സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്ത, അതായത് നമുക്ക് ഒഫീഷ്യലായിട്ട് അറിയത്തില്ല, എന്നാലും ഉറപ്പായിട്ടുള്ള കണക്കെന്ന് പറയുന്നത് 400 ആണ്. അതിന്റെ മുകളിലോട്ട് ഒരുപാടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഏറ്റവും മിനിമം 400 ചെറുപ്പക്കാരോളം അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തപ്പോഴേക്കും ഞാനിപ്പോൾ കോൾ വിളിച്ച ആളോട് സംസാരിച്ച പോലെ തന്നെ അവിടെ ആവശ്യപ്പെട്ടത് 10,000 രൂപയായിരുന്നു. അങ്ങനെ ഈ ചെറുപ്പക്കാരെല്ലാം 10,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകിയിട്ട് ആളെ കിട്ടാനും ബാക്കിയുള്ള പ്രൊസീഡിങ്സിനും വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ സംഭവിച്ചത്, ആ ഒരു ക്ലാസിഫൈഡ് സൈറ്റിൽ നിന്ന് ആഡ് കുറച്ച് ദിവസത്തിന് ശേഷം ഡിലീറ്റ് ആയി പോവുകയാണ്. ഈ പറയുന്ന ഏജന്റിന്റെ നമ്പർ വിളിച്ചിട്ട് കിട്ടാനുമില്ല. അവർക്ക് മനസ്സിലായി
തങ്ങള് പറ്റിക്കപ്പെട്ടു എന്ന്, അവരെ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇത് പുറത്തു പറയാനും പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ പറയുന്ന സംഭവത്തിന് പോയിട്ട് രജിസ്റ്റർ ചെയ്തു, ഈ പറയുന്ന പുരുഷ വേശ്യയാകാനുള്ള 10,000 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്തു, അത് പോയി നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുമോ? അതായത് ഞാൻ പുരുഷ വേശ്യയാകാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ 10,000 രൂപ പോയെന്ന് പറയാൻ നമുക്ക് പുറത്തു പറയാൻ പറ്റത്തില്ല, നമുക്ക് നാണക്കേടാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് 400 പേരിൽ നിന്ന് 10,000 രൂപ വെച്ച് മേടിക്കുമ്പോഴേക്കും 40 ലക്ഷം. 40 ലക്ഷമാണ് 1-2 ദിവസം കൊണ്ട് ആ ഒരു മാഫിയ തട്ടിയെടുത്തത്. അത് ഒരു സിറ്റി മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന മെട്രോപൊളിറ്റൻ സിറ്റീസ്, 1 സിറ്റീസ് ആയിട്ടുള്ള ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, അവിടെ നിന്നൊക്കെ ഈ പറയുന്ന 400-500 പേരെ കണ്ടെത്തുക എന്ന് പറയുന്നത് പുഷ്പം പോലെ കണ്ടെത്താൻ പറ്റുന്ന ആൾക്കാരാണ്. കാരണം ഒരുപാട് തൊഴിൽ രഹിതരായിട്ടുള്ള ആൾക്കാർ ഉള്ള നാടാണ് നമ്മുടെ ഇന്ത്യ അല്ലേ. അപ്പോൾ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്യുന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. അങ്ങനെ ഇവര് ഈ പറയുന്ന ടീം പല സ്ഥലങ്ങളിലായിട്ട് ഈ പറയുന്ന ആഡ് ഇട്ട്, നമ്മൾ പ്ലേസ് വെച്ചാണ് ആഡ് ഇടുന്നത്, പല സ്ഥലങ്ങളിലായിട്ട് ഈ പരസ്യം പ്രദർശിപ്പിച്ച് തട്ടിയെടുത്തത് കോടിക്കണക്കിന് രൂപയാണ്. എന്തിന്റെ പേരിലാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഈ പറയുന്ന വെള്ളിമൂങ്ങ തരാന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, മണി ചെയിൻ, ഈ പറയുന്ന പണം ഇരട്ടിച്ചു തരാമെന്നോ ഒന്നും പറഞ്ഞല്ല. നിങ്ങൾക്ക് പുരുഷവേശ്യ ആകാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ പൈസ തന്ന് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് കോടിക്കണക്കിന് രൂപയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. പുരുഷവേശ്യ ആയിരിക്കുന്നവരുടെ അവസ്ഥ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, യാ മോനെ പോളി, പൈസ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും, നമുക്ക് സംഭവം നടക്കുകയും ചെയ്യും അല്ലേ. അങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതിൻ്റെ അപ്പുറത്തേക്ക്, ഇതിൻ്റെ കാണാമറയത്ത് നമ്മൾ പറയത്തില്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇരുണ്ട ലോകമുണ്ട് പുരുഷവേശ്യകളുടെ. ആ ഒരാളുമായിട്ട് സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് വളരെ ദാരുണമാണ്. അതായത് അവർക്ക് അടിമകൾ, അതായത് നമ്മൾ എന്താ വിചാരിക്കാറുള്ളത്, അതായത് ഈ പറയുന്ന സാധാരണ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് ഒരു സെക്സിന് പോകുമ്പോഴേക്കും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സമീപിക്കുമ്പോഴേക്കും നമ്മൾ പറയുന്ന പോലെയൊക്കെ ചെയ്തിട്ട് നമ്മളാണ് അവിടെ പ്രീഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാകും കാര്യങ്ങൾ. നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ലോക്കലായിട്ടുള്ള ഈ പറയുന്ന സാധുവായിട്ടുള്ള സ്ത്രീകളുമായിട്ടൊന്നുമല്ല, ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ലേഡീസ് ആണ്. അതായത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, അവർക്ക് എല്ലാ തരത്തിലുള്ള പ്രമുഖരായിട്ട് വൺ ടച്ചപ്പാണ്. പോലീസ്, മന്ത്രിമാര്, സിനിമാ നടന്മാര്, ബാക്കി ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ അത്രയും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകേണ്ടത്. ചിലപ്പോൾ അവരുടെ ബംഗ്ലാവിലേക്ക് നിങ്ങളെ വിളിക്കും, നിങ്ങൾക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാകത്തില്ല. തിരിച്ചുപോക്കെന്ന് പറഞ്ഞാൽ അവരുടെ അടിമത്തത്തിൽ നിന്ന് ഒരു തിരിച്ചുപോക്ക് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഒരുപാട് പൈസ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും, പക്ഷേ ആ ഒരു ജീവിതം ഒരിക്കലും നിങ്ങൾക്ക് ബാക്ക് ടു നോർമൽ ആക്കാൻ പറ്റത്തില്ല. അതായത് ഒരാളിനോട് പറഞ്ഞാണ്, അതായത് ഒരു സ്ത്രീ, അവർക്ക് ചില സ്ത്രീകൾക്ക് എത്ര ഇത് കിട്ടിയാലും മതിയാകത്തില്ല. നമ്മൾ പറയും അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊന്നും അല്ല, പക്ഷേ ആ ഒരു സ്ത്രീയായിട്ട് ഡീൽ ചെയ്തപ്പോഴേക്കും ഒരു ദിവസം അയാളെ കൊണ്ട് 4-5 തവണയൊക്കെയാണ് ചെയ്യിപ്പിച്ചത്. കൊല്ല ഇട്ട് പണിയെടുപ്പിച്ച് അയാൾക്ക് അവസാനം ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരെ എത്തിച്ചു എന്നാണ് പറയുന്നത്. പൊരിഞ്ഞ അടി നിന്ന് സ്ലേവായിട്ട് വെക്കുന്നവരുണ്ട്. ഈ പറയുന്ന കഴുത്തേൽ കുരുക്കിട്ട് നമ്മൾ BDSM എന്ന് പറയാറുണ്ട്, കഴുത്തേൽ ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഒരു നായയെ പോലെ ചെയ്യിപ്പിക്കുന്നവരുണ്ട്. അതാണ് ഇന്നത്തെ ഇതിൽപ്പെട്ടവരുടെ അവസ്ഥ. ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഹൈദരാബാദ് സ്കാമിൽ ആ ഒരു സൈറ്റിൽ ഒരുപാട് പെണ്ണുങ്ങളും കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നൊരു പുരുഷനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ്. അതായത് ഓരോ കാറ്റഗറിയാണ്, ഇത്രയും പൊക്കമുള്ള, ഇത്രയും 6 പാക്ക് ഉണ്ടെങ്കിൽ ഇത്രയും, ഈ പറയുന്ന ലെങ്ത്ത്, ഹൈറ്റ്, ബ്രെത്ത്, വിഡ്ത്ത്, ആ ഓരോ കാര്യത്തിനും ഓരോ പ്രൈസ് റേഞ്ചാണ്. നമ്മൾ ഓരോ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും ഓരോ പ്രൈസ് റേഞ്ച് ആണല്ലോ. കാണാൻ കൊള്ളാവുന്ന ആണാണെങ്കിൽ കൂടിയ പൈസ, അങ്ങനെയൊക്കെ. അതായത് 10,000 തൊട്ട് 5 ലക്ഷം വരെയുള്ള ആണുങ്ങൾ അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരുന്നു. ഈ പൈസയൊക്കെ അടച്ച് ഇരിക്കുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം ഒരുപാട്. അങ്ങനെ ആ ഒരു പൈസയും ഇവർക്ക് കിട്ടിയാണ് ചെയ്തത്, ആണുങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമല്ല. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ജോലി കൊള്ളാലോടാ മോനെ പൊളിയാന്ന് വിചാരിക്കുന്നവരൊക്കെ ഒരു കാര്യം ചിന്തിക്കാതെ പോകുന്നുണ്ട്. അതായത് അല്ലെങ്കിൽ നമ്മൾ ആണുങ്ങൾ ഒരു സ്ത്രീയായിട്ട് സെക്സിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു പൈസ കൊടുത്താണെങ്കിൽ തന്നെ നല്ലൊരാളെ കിട്ടണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് നല്ലൊരാളെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കാഴ്ചപ്പാടിൽ, അല്ലാണ്ട് ബ്യൂട്ടി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നുമില്ല. എന്തായാലും നമ്മുടെ കാഴ്ചപ്പാടിൽ ഇത്ര ഹൈറ്റ്, വെയിറ്റ്, ബോഡി ഷേപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ പേര് ആഗ്രഹിക്കുന്നത്. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ആ ഒരു പുരുഷവേശ്യയുടെ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്തെന്നാൽ, ഇവരാണ് പൈസ മേടിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവർ ആഗ്രഹിക്കുന്ന പോലെ ആകത്തില്ല. ഇവർ ഉപയോഗിച്ച വാക്ക് ഞാൻ പറയുവാണ്, അത്രത്തോളം അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള, അത്രത്തോളം വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥയിലുള്ള സ്ത്രീകളുമായിട്ട് ഇവർക്ക് ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, അവർ പറഞ്ഞ വാക്കുകളാണ്. അതായത് കാണാൻ വളരെ അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള, വളരെ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന, അതായത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരുപാട് നാള് കുളിക്കാതെയും വൃത്തിയാക്കാതെയും വച്ച സ്ത്രീകളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരിക എന്ന് പറയുന്നത് നമുക്ക് മരിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നാണ് അവർ പറഞ്ഞത്.
അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളെ ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത് ഈ ഒരു പുരുഷവേശി ആകുമ്പോഴേക്കും. അവർ കുളിച്ചിട്ടും വൃത്തിയാക്കിയിട്ടൊക്കെ ഒരുപാട് മാസങ്ങളായിട്ടുണ്ടാകും. അപ്പോൾ അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ലേഡീസുമായിട്ട് ഇത് ചെയ്യേണ്ടി വരുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര പോയിന്റാണ്, നമ്മൾ ചിന്തിക്കാൻ പറ്റാത്തൊരു പോയിന്റാണ്, ചിന്തിക്കാതെ പോകുന്നൊരു പോയിന്റാണ് അല്ലേ. എനിവേ, അടുത്തൊരു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവരുടെ ഫിസിക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ പറഞ്ഞ 6 പാക്ക് ആബ്സ്, ഭൂരിഭാഗം സ്ത്രീകളും ഈ പറയുന്ന സൈറ്റുകളിൽ ഓപ്ഷൻ കൊടുക്കുന്നത് 6 പാക്ക് മോഡലായിട്ടുള്ള ആണുങ്ങളെയാണ്. നല്ല ഹൈറ്റ്, വെയിറ്റ്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ, പിന്നെ ഓരോ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും. അതൊക്കെ വെച്ചിട്ടുള്ള ആണുങ്ങളെയാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. അപ്പോൾ ഇവരുടെ ഫിസിക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ജോലി ഇവർക്ക് നഷ്ടപ്പെടും. നമ്മുടെ ട്രാൻസ് എന്ന് പറയുന്ന ഫഹദ് ഫാസിലിൻ്റെ സിനിമയുണ്ടല്ലോ, അതിൻ്റെ അകത്ത് പാസ്റ്ററാകാൻ വരുമ്പോഴേക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു തിരിച്ചുപോക്കില്ലെന്നാണ് നമ്മുടെ ഗൗതം വാസുദേവ മേനോനൊക്കെ ഫഹദ് ഫാസിലോട് പറയുന്നത്. അപ്പോൾ ഒരു തിരിച്ചുപോക്ക് വേണ്ടെന്ന് തന്നെയാണ് പുള്ളി പറയുന്നത് അല്ലേ. അതുപോലെ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തിരിച്ചുപോക്കില്ല. എങ്ങനെയാണ് തിരിച്ചുപോക്കില്ലാതായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വലിയ വലിയ ആൾക്കാരുമായിട്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് വരണമെന്ന് വിചാരിക്കുകയാണ്, ഒരു തരത്തിൽ നിങ്ങളെ അവർ വിടത്തില്ല. ഇതിൽ നിങ്ങൾ ആ റാക്കറ്റിൽപ്പെട്ട് പോയി. സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഈ കാര്യം തന്നെയാണ്. പെൺകുട്ടികൾ ഇവിടെ വീണ് പോകുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിടും, നീ ഇത്ര കാര്യമാണെന്ന് നിന്റെ കോളേജിൽ ഇറക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് തന്നെയാണ്. നിന്നെ പറ്റിയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ പുറത്തുവിടും, നീ ഞങ്ങളെ വേണമെങ്കിൽ റേപ്പ് ചെയ്തെന്നും പറഞ്ഞ് കേസ് കൊടുക്കും, അങ്ങനെ നിന്റെ ജീവിതം തകർത്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ദേവി ഇത് ഒരു തരത്തിലുള്ള ട്രാപ്പിലും വീഴാതിരിക്കുക. ഈ പറഞ്ഞ ഇന്ന് സംഭവിക്കുന്നത് ഈ പറയുന്ന ഡീലിങ്സിലേക്കൊന്നും കാര്യങ്ങൾ കടക്കുന്നില്ല. പൈസ മേടിച്ച് ഏജന്റ് ഈ പറയുന്ന റാക്കറ്റുകാർ മുങ്ങിയാണ് ചെയ്യുന്നത്, നമ്മുടെ മാഫിയ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന കാര്യത്തിലേക്ക് ഇൻവോൾവ് ആകാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാലും ഒരിക്കലും പോകരുത്. എന്തായാലും വേശ്യാവൃത്തി എന്ന് പറയുന്ന കാര്യത്തിൽ എത്രത്തോളം നെഗറ്റീവ്നെസ് ഉണ്ടെന്ന് ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ പറയുന്ന ഒരു കൺസെപ്റ്റ് നല്ലതാണോ അതോ മോശമാണോ എന്നുള്ളത്. ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് എടുത്ത് പറയാം, ഇവിടെ വേശ്യാവൃത്തിക്ക് അപ്പുറത്തേക്ക് ഇവിടെ വരുന്നത് ചീറ്റിംഗ് ആണ്. അതായത് നമുക്കൊരു ഭാര്യ ഭർത്താവുണ്ട്, അവർ പരസ്പരം അറിയാതെ അവരെ ചതിച്ചുകൊണ്ട് നമ്മൾ വേറൊരാളുമായിട്ട് പോവുകയാണ്, അവരിൽ നിന്നും മറച്ചു വെച്ച്. ചീറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് മറ്റൊരാളുമായിട്ട് സെക്സിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും മോശമല്ല. അത് നിങ്ങൾക്ക് പരസ്പര സമൂഹത്തോടെ ആണെങ്കിൽ ചെയ്യാം, അതിലൊന്നും ഒരു വിഷയമില്ല. പക്ഷേ നമ്മുടെ പാർട്ണറെ ചതിക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ ഇന്നത്തെ തലമുറയുടെ ചിന്താഗതികളാണ് നാളത്തെ തലമുറയുടെ പ്രവൃത്തികളായിട്ട് മാറുന്നത്, അവരുടെ ശീലങ്ങളായിട്ട് മാറുന്നത്, അവരുടെ സ്വഭാവമായിട്ട് മാറുന്നത്. നമ്മുടെ അച്ഛനമ്മമാർ ചിന്തിക്കും ഈ അടുത്ത തലമുറയിൽ സംഭവിക്കുമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ് ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിലൊന്നും ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ നല്ലത് ചിന്തിച്ചാൽ മാത്രമേ ഒരു 50 വർഷം കഴിഞ്ഞുള്ള ഇന്ത്യയിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കത്തുള്ളൂ. അന്ന് ഈ പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ജനത ഇവിടെ ഉണ്ടാകത്തുള്ളൂ. അന്നെന്ന് പറയുന്നത് ഒരു 50 വർഷം കഴിയുമ്പോഴേക്കും രാജ്യങ്ങൾ തമ്മിലൊക്കെ ഭയങ്കര റേസ് ആയിരിക്കും അല്ലേ. സ്പേസ് റേസ് ആയാലും, ടെക്നോളജിക്കൽ റേസ് ആയാലും, എഞ്ചിനീയറിംഗ് റേസ് ആയാലും, മെഡിക്കൽ റേസ് ആയാലും ഭയങ്കരമായിട്ട് ആര് മുമ്പിലെത്തുമെന്നുള്ളൊരു മത്സരമായിരിക്കും. അപ്പോൾ ഇന്ത്യ ഒട്ടും തകർന്നു പോകല്ല്. ഈ കാര്യങ്ങളൊക്കെ നല്ലതാണ് മോശമാണെന്നുള്ള ചർച്ചകളും തർക്കങ്ങളൊക്കെ അവിടെ നിലനിൽക്കട്ടെ, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഉയർച്ചയിലേക്ക് മാത്രമേ പോകാവുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടെ ഇവിടെ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഇത് നല്ലതാണ് മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതൊക്കെ നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങളുടെ മനസാക്ഷിക്ക് ശരിയും തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. പണം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ടാകും. ഇന്ന് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് ഇറങ്ങുന്ന യുവാക്കൾ, ചെറുപ്പക്കാരും വളരെ വലുതാണ്. ഒരിക്കലും അങ്ങനെ ആകാതിരിക്കട്ടെ, അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം മയക്കുമരുന്നൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വർഷം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലേ, ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് എന്ന് നിങ്ങളുടെ മനസാക്ഷിയിട്ട് ചിന്തിക്കുക, ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. എന്നിട്ട് അവിടുന്ന് പറയുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന ഉത്തരം കേട്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുക. അല്ല നിങ്ങളെ ഗുണദോഷിക്കാനോ പിടിക്കാനോ ഒന്നും ഇനി ആരും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു സമൂഹമാണ് ഇവിടെ വരാൻ പോകുന്നത്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മടപ്പള്ളി, സൈനിങ് ഔട്ട്.